നമസ്കാരം. കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. വയനാട്ടിൽ നടന്ന ആ മഹാദുരന്തം, ഏതാണ്ട് 500-ന് മുകളിൽ ആളുകൾ നമുക്ക് നഷ്ടപ്പെട്ട ആ മഹാദുരന്തത്തിൻ്റെ ഭാഗമായിട്ട്, ആ ദുഃഖാചരണത്തിൻ്റെ ഭാഗമായിട്ടും സർക്കാർ തലത്തിലെ ഓണാഘോഷങ്ങളൊക്കെ മാറ്റിവെച്ചു. തീർച്ചയായിട്ടും അതിന് ആളുകൾക്ക് വലിയ എതിർപ്പൊന്നുമില്ല. തീർച്ചയായിട്ടും ഇത്തരം ഒരു ദുഃഖസാന്ദ്രമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ നടത്തേണ്ട കാര്യമല്ല. മറ്റുള്ള ആളുകൾക്കൊക്കെ ആഘോഷിക്കാം. പക്ഷേ സർക്കാർ മേൽനോട്ടം വഹിക്കുന്ന ഓണാഘോഷ പരിപാടികളിൽ നിന്ന് സർക്കാർ മാറി. അതേ തുടർന്ന് നെഹ്റു ട്രോഫി വള്ളംകളി എന്നത് കുട്ടനാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അത് വൈകാരികമായിട്ട് അവർക്ക് വളരെയേറെ ബന്ധമുള്ള ഒരു സംഗതി കൂടിയാണ്. ഓരോ ക്ലബിനും ഏതാണ്ട് 1 കോടിക്കടുത്താണ് അതിൻ്റെ പരിശീലനത്തിനും മറ്റുമുള്ള ചെലവ് തന്നെ. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ലോകത്ത് ഒരു ഗെയിമിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്ന ഒരു മത്സരമാണ് ഈ വള്ളംകളി എന്നത്. ഒരു വള്ളത്തിൽ തന്നെ ഏതാണ്ട് 100-ന് മുകളിൽ ആളുകൾ ശരാശരി കാണും. 100-നടുത്തോളം തുഴച്ചിൽക്കാർ തന്നെയുണ്ട്. പിന്നെ അതിന് ഈ നടുക്ക് നിന്ന് ഇതിന് താളം കൊടുക്കാൻ വേണ്ടിയിട്ട് 2 പേര് കാണും. അതേപോലെ തന്നെ 5 പങ്കായം എറിയുന്നവർ കാണും. പിന്നെ ആവേശത്തിന് അതിൽ വിസിലടിക്കാനും മറ്റുള്ള വേറെയും 2-3 ആളുകളുണ്ട്. അങ്ങനെ ഒരു വള്ളത്തിൽ തന്നെ 100-ന് മുകളിൽ ആളുകൾ, അങ്ങനെ 16 18 വള്ളങ്ങൾ മത്സരിക്കുന്ന ചുണ്ടൻ വള്ളങ്ങളുടെ മാത്രം കാര്യം. അതേപോലെ തന്നെ ചെറിയ വള്ളങ്ങളുണ്ട്. അങ്ങനെ ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്ന ഗെയിം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വള്ളംകളിയാണ്. അപ്പോൾ അതിനെ പല തരത്തിലാണ് കുട്ടനാട്ടുകാർ, പ്രത്യേകിച്ച് ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട്ടുകാർ എടുക്കുന്നത്. അവിടെ തന്നെ ഒരു കുട്ടനാട് എന്ന് പറയുന്ന സ്ഥലത്ത് കൈനഗിരി ആവട്ടെ, കുട്ടമംഗലം ആവട്ടെ, അവിടെ നിരവധി ക്ലബ്ബുകളുണ്ട്. വർഷങ്ങളോളം അവർ മത്സരിക്കുന്നു. വർഷങ്ങളോളം തുടർച്ചയായിട്ട് ജയിച്ച UBC കൈനഗിരി പോലുള്ള വളരെ പ്രശസ്തമായിട്ടുള്ള ക്ലബ്ബുകൾ അവിടെ ഉണ്ട്. ഈ ഫുട്ബോളിൻ്റെ കാര്യം പറയുമ്പോൾ ബ്രസീലിൽ നിന്നും അർജൻറ്റീനയിൽ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഈ കുമരകം, കല്ലൂപ്പറമ്പൻ, അതേപോലെ തന്നെ ചമ്പക്കുളം, കാരിച്ചാൽ തുടങ്ങിയ വള്ളങ്ങൾ, അത് സ്ഥലങ്ങളുടെ പേരാണെങ്കിലും ആ പേരിൽ അറിയപ്പെടുന്ന വള്ളങ്ങളുണ്ട്. അതിൽ തുടങ്ങിയ UBC, അതേപോലെ തന്നെ കല്ലൂപ്പറമ്പിൽ തുടങ്ങുന്ന കുമരകം ബോട്ട് ക്ലബ്ബ്, നാട്ടകം ബോട്ട് ക്ലബ്ബ്, പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ്, അതുപോലെ തന്നെ ആലപ്പുഴ ബോട്ട് ക്ലബ്ബ്, അങ്ങനെ പേരുകേട്ട ഒരുപാട് ബോട്ട് ക്ലബ്ബുകളുണ്ട്. അപ്പോൾ അവരൊക്കെ പണത്തിന് വേണ്ടിയിട്ടല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നത്. നെഹ്റു ട്രോഫി എന്നതൊരു വികാരമാണ്. അപ്പോൾ അത്ര വലിയ വികാരത്തോടെ കാണുന്ന ആ നെഹ്റു ട്രോഫി വരെ മാറ്റിവെച്ച കേരള സർക്കാർ പക്ഷേ ബേപ്പൂരിൽ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് നടത്തപ്പെടുന്ന, കുറച്ച് നാളായാലെന്ന് തോന്നുന്നത് തുടങ്ങിയിട്ട്, ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ മൊത്തത്തിൽ ആ പേര് കേൾക്കുന്നത്. ആ വള്ളംകളിക്ക് വേണ്ടിയിട്ട് 2,45,00,000 രൂപ സർക്കാർ അനുവദിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തേക്ക് വരുന്നത്. കഴിഞ്ഞ മാസം 22-ാം തീയതിയാണ് ഈ തുക അനുവദിച്ചിരിക്കുന്നത്. അത് വളരെ വിചിത്രമായിട്ട് തോന്നുന്നു. എല്ലാ ആഗസ്റ്റും 2-ാം മാസത്തിൽ നടക്കേണ്ടിയിരുന്ന നെഹ്റു ട്രോഫി വള്ളംകളി മാറ്റിവെച്ചിട്ട്, അഥവാ നിർത്തിയിട്ട്, ബേപ്പൂരിൽ നടക്കുന്ന ടൂറിസത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു വള്ളംകളിക്ക് വേണ്ടി 2,45,00,000 രൂപ സർക്കാർ അനുവദിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇതെന്താണ് 2 നീതി? അല്ലെങ്കിൽ 2 തരത്തിലാണോ നമ്മൾ ഈ വൈകാരികമായിട്ട് കാണേണ്ട ഈ ദുഃഖാചരണത്തെ നമ്മൾ ആചരിക്കേണ്ടത്? ഈ സംസ്ഥാനം മുഴുവൻ ഇത് ബാധകമല്ലേ എന്നാണ് ചോദിക്കുന്നത്. ഈ വയനാട്ടിൽ നിന്ന് ഈ പറയുന്ന വള്ളംകളി നടക്കുന്ന സ്ഥലത്തേക്ക് കേവലം 100 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ. എന്നാൽ അവിടുന്ന് 300-400 കിലോമീറ്ററോളം ദൂരെയാണ് ആലപ്പുഴ പുന്നമടക്കായലിൽ നടക്കുന്ന നെഹ്റു ട്രോഫി വള്ളംകളി. അത് മാറ്റിവെച്ചിട്ട് തൊട്ടടുത്തുള്ള സ്ഥലത്ത് 2,45,00,000 രൂപ സർക്കാരിൻ്റെ അനുമതിയോടുകൂടി തന്നെ അനുവദിച്ചിട്ട് അത് നടത്തുക എന്ന് പറയുമ്പോൾ ഇത് ഇരട്ടത്താപ്പല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ? അവിടുത്തുകാരനായിട്ടുള്ള മുഹമ്മദ് റിയാസിൻ്റെ പ്രത്യേക താല്പര്യപ്രകാരമാണോ ഇത് ചെയ്തത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം അദ്ദേഹമാണല്ലോ ഈ ടൂറിസം വകുപ്പ് മന്ത്രി. എന്തുകൊണ്ടാണ് നെഹ്റു ട്രോഫി വള്ളംകളി മാറ്റിവെക്കുകയും ബേപ്പൂരിൽ നടക്കുന്ന ഈ വള്ളംകളിക്ക് സർക്കാർ പണം അനുവദിക്കുകയും ചെയ്തത് എന്ന് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല. അതിൻ്റെ ഒപ്പം തന്നെ ഓണാഘോഷങ്ങളും മാറ്റിവെച്ചിരിക്കുന്നു. നമുക്കറിയാം, പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം മലയാളികൾ നേരെ ചൊവ്വേ ഓണം ആഘോഷിച്ചിട്ടില്ല എന്ന് പറയുന്നതാണ് സത്യം. അതെന്തുകൊണ്ടാണെന്ന് അറിയില്ല. പലരും അദ്ദേഹത്തിനെ മാൻഡ്രേക്ക് എന്നൊക്കെ പറയാറുണ്ട്. ആദ്യ തവണ തന്നെ ശാന്തമായിട്ട് നടക്കേണ്ടിരുന്ന ഒരു ഓണാഘോഷമായിരുന്നു. പക്ഷേ ആ സമയത്ത് തന്നെ സർക്കാർ ഉദ്യോഗസ്ഥരൊന്നും, സ്കൂളാവട്ടെ മറ്റ് സ്ഥലങ്ങളാവട്ടെ, സർക്കാർ ഉദ്യോഗസ്ഥരൊന്നും അത്തപ്പൂക്കളം ഇടണ്ട എന്ന തരത്തിൽ അന്ന് വലിയ നവോത്ഥാന നായകനാവാൻ കളിച്ച് ആദ്യ വർഷത്തെ ഓണം തന്നെ കുളമാക്കിയിരുന്നു. പിന്നീട് ഓരോ വർഷവും ഓരോ ദുരന്തങ്ങളായിരുന്നു നമ്മൾ അനുഭവിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഈ ഓണാഘോഷം മാറ്റിവെക്കുകയോ കുളമാവുകയൊക്കെ ചെയ്തു. ഏറ്റവും ഒടുവിൽ വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ സർക്കാർ തന്നെ ആവശ്യപ്പെട്ടുകൊണ്ട് മറ്റുള്ള ഓണാഘോഷങ്ങൾ, അതായത് സർക്കാരിൻ്റെ തന്നെ മേൽനോട്ടമുള്ള നെഹ്റു ട്രോഫി, അതേപോലെ തന്നെ ഈ അത്തച്ചമയവും പുലികളി എന്തായാലും അത് സ്വകാര്യ ആളുകൾ പറയുന്നതുകൊണ്ട് അവർ നടത്തിക്കോളാം എന്ന് പറയുന്നു. സർക്കാർ കാശ് മടക്കേണ്ട എന്ന് പറയുന്നതുകൊണ്ട് അത് ഒരുപക്ഷെ നടക്കുമായിരിക്കും. പക്ഷേ ഇതുപോലുള്ള കാര്യങ്ങൾ മാറ്റിവെച്ചിട്ട് അതേസമയം ബേപ്പൂരിൽ നടക്കുന്ന ഈ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് നടത്തപ്പെടുന്ന വള്ളംകളി മത്സരത്തിന് വേണ്ടിയിട്ട് 2,45,00,000 രൂപ അനുവദിച്ചത്
അങ്ങേയറ്റം വിചിത്രമാണ്. അത് രഹസ്യ സ്വഭാവത്തോടെയാണ് അനുഭവിച്ചത് എന്ന് കാണുമ്പോഴാണ് സർക്കാരിൻ്റെ ആത്മാർത്ഥതയിൽ നമ്മൾ സംശയിക്കേണ്ടി വരുന്നത്. അവർ ഈ പറയുന്ന ദുഃഖാചരണത്തിൻ്റെ ഭാഗമായിട്ടൊന്നും ആയിരിക്കില്ല ഒരുപക്ഷേ ഈ വള്ളംകളിയും മറ്റുമൊക്കെ മാറ്റിവെച്ചത്. സർക്കാരിൻ്റെ പണമില്ലാതെ കുത്തുവാള എടുത്ത് നിൽക്കുകയായിരിക്കും. പക്ഷേ അപ്പോഴും ബേപ്പൂരിന് കൊടുക്കാൻ സർക്കാരിൻ്റെ കാശുണ്ട് എന്നതാണ് ഇവിടെ നമ്മൾ കാണേണ്ട പ്രധാനപ്പെട്ട സംഗതി.